ഞാൻ വേറൊരു ഭർത്താവിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് ഷെഫിന്റെ കൂടെ പോരുന്നതെന്നൊക്കെ. ഞാൻ എന്റെ സ്വത്തൊക്കെ കണ്ടാണ് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു. പുറത്തിറങ്ങുന്ന സമയത്ത് ഇതുവരെ മുഖത്ത് നോക്കിയിട്ട് ആരും കളിയാക്കിയില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓന തള്ളനെ കല്യാണം കഴിച്ചൊക്കെ നടുക്ക അഞ്ഞു അങ്ങനെ ആവണ്ടെന്നൊക്കെ. കൂടുതൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ലൈഫ് വേറെ കിട്ടുന്ന അന്ന് ഞാൻ ഡെലിവറി കഴിഞ്ഞ് ആ ഒരു ടൈം ഡെലിവറി കഴിഞ്ഞ ടൈം മറന്നുപോയി. ഇതാണ് പ്രശ്നമില്ല. അതല്ല കമന്റ് വന്നാൽ ചിലതൊക്കെ മറന്നു. അടുത്ത് വന്നൊരു കമന്റ് എന്നോട് പറഞ്ഞു ഞാൻ എന്റെ സ്വത്തൊക്കെ കണ്ടാണ് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു. അത് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കാനിരിക്കുകയാണ്, ശരിക്കും അങ്ങനെ പറയുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഞാൻ തന്നെ പറയാലോ അതിന് മറുപടി. എനിക്ക് അതിന് അത്രയും സ്വത്തൊന്നുമില്ല. ചെറിയൊരു വീട് മാത്രമേ എന്റെ പേരിലുള്ളൂ. അതിന്റെ പേരില എപ്പോഴും ഞാൻ ഷെഫിക്ക് കൊടുത്തിട്ടോ ഒന്നുമില്ല. പുറത്തിറങ്ങുമ്പോഴും ഇതുപോലുള്ള കളിയാക്കൽ ഉണ്ടായിരുന്നോ രണ്ടുപേർക്കും? അതോ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങിക്കൂടിയതാണോ? അതോ പുറത്തിറങ്ങുമ്പോഴും ഇതുപോലുള്ള കളിയാക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പുറത്തിറങ്ങുന്ന സമയത്ത് ഇതുവരെ മുഖത്ത് നോക്കിയിട്ട് ആരും കളിയാക്കിയില്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ അതല്ലാണ്ട് നമ്മളെ ചില പരിപാടികൾക്ക് വിളിക്കാതിരിക്കും, ഫ്രണ്ട്സ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ഫ്രണ്ട്സിന്റെ കല്യാണം ആയാലും മാരേജ് ആയാലും ഒക്കെ നമ്മളെ ഒഴിവാക്കി നിർത്തും. പിന്നെ അതുപോലെ അങ്ങനെ കുറെ പരിപാടികൾ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഓന തള്ളനെ കല്യാണം കഴിച്ചൊക്കെ നടുക്ക അഞ്ഞു അങ്ങനെ ആവണ്ടെന്നൊക്കെ ആയിരിക്കും ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ടാവുക. ഈ ഫ്രണ്ട്സ് എപ്പോഴെങ്കിലും ഇങ്ങനെ എതിർത്തിട്ടുണ്ടോ? ഈ മാരേജ് ഇങ്ങനെ പ്രപ്പോസൽ വെച്ച സമയത്ത് ഫ്രണ്ട്സും ഫാമിലിയും ഏറ്റവും കൂടുതൽ എതിർത്തത് ആരാ ഷഫീഖേനെ? ഏറ്റവും കൂടുതൽ എതിർത്തത് ഞാൻ പറഞ്ഞില്ലേ, എതിർത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും നല്ലതല്ല, കൂടുതൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ലൈഫ് വേറെ കിട്ടുന്നൊക്കെ ഫാമിലി പറഞ്ഞിട്ടുണ്ട്. അതല്ലാണ്ട് ഫ്രണ്ട്സും അങ്ങനെ എതിർക്കാൻ എനിക്ക് അത്ര വലിയ ഫ്രണ്ട് സർക്കിൾ ഉള്ള ആളല്ല. ഫാമിലി ഇപ്പം ജോയിന്റ് അല്ലേ? ആണ്. അപ്പൊ ഇപ്പൊ ഫാമിലി ഈ വലിയൊരു യൂട്യൂബറൊക്കെ ആയി നിങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മാറുന്ന സമയത്ത് ഫാമിലി ഇപ്പൊ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ രണ്ട് വീട്ടുകാരെയും യൂട്യൂബറൊക്കെ ആയപ്പോഴത്തേക്കും? യൂട്യൂബ് ആയിട്ടാണോ അല്ലെങ്കിൽ ഞങ്ങളെ ഫാമിലി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്? ഫാമിലി നമ്മൾ എന്നോ യൂട്യൂബർ ആവുന്നതിന്റെ മുമ്പേ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാണ്ട് ഹാപ്പി ആയിട്ട് പോവാണ്. പിന്നെ ആർക്കാണ് ഷഫീഖ പ്രശ്നം? പറയണമെന്നുണ്ട് കേട്ടോ, പക്ഷെ ഭയങ്കരായിട്ട് ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. ഷഫീഖ് നല്ല അങ്ങനെ സസ്പെൻസ് കൊടുക്കണ്ട കേട്ടോ. അതങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറയില്ലേ എന്താ ഞാൻ ഓപ്പണായിട്ട് പറയുന്നുണ്ടോ? ഇതാണ് എല്ലാം പറയണത്. എന്താ വീഡിയോസിലും അതുപോലെ തന്നെയാണോ? നിങ്ങൾ രണ്ടുപേരും അല്ലേ സംസാരിക്കാറുള്ളത്? വീഡിയോ എടുക്കുന്ന വരെ എനിക്കായിരിക്കും ടെൻഷന്. ഓൺ ആക്കിയാ ഞാൻ അങ്ങനെ അങ്ങ് സംസാരിച്ചു പോണത് ഭയങ്കര ജോളിയായിട്ട് പോകണം. ആരാണ് ഈ യൂട്യൂബ് കൊണ്ടുപോകുന്നത് ശരിക്കും? ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എന്റെ ഭാര്യനെയും കൂടി ഇതിലോട്ട് കൊണ്ടുവരാം എന്ന് വിചാരിച്ച. അതോ പെട്ടെന്ന് ഇൻക്ലൂഡ് ആയതാണോ? അല്ല, ഈ യൂട്യൂബ് തുടങ്ങിയപ്പോഴും ചെറിയ സംസാരമൊക്കെ ഉണ്ടായി. ഇവൾ അങ്ങനെ ആയിട്ടാണോ കൊണ്ടുവരാത്തത് എന്നുള്ളൊരു ചോദ്യം. ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നേ, ഷെമി അന്നെ കൂട്ടാത്ത എന്താണ് യൂട്യൂബില്, ഓന്റെ പെങ്ങളെ മാത്രല്ല കൂട്ടുന്നത്, അങ്ങനെ പറഞ്ഞ ഒരു വോയിസ് ഞാൻ കേട്ട്. ഇവക്ക് അയച്ച വോയിസ് വെള അറിഞ്ഞു. ചിലപ്പോ ആ സംഭവം എപ്പോഴായിരിക്കും വെള അറിയുന്നത്. അതെ, അപ്പൊ നമ്മുടെ ഈ ഇന്റർവ്യൂല് കൊറേ കാര്യങ്ങൾ അറിയാത്ത ആൾക്കാര് ഇപ്പൊ ആ ഫ്രണ്ട് അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ആ ഫ്രണ്ടിനും ഈ ഞങ്ങള് മൂന്നാക്ക് മാത്രം ആ ഫ്രണ്ടിന് ഇപ്പൊ മനസ്സിലായിട്ട് ആ വോയിസ് ഞാൻ കേട്ട്. വീഡിയോ കേൾക്കുന്നത് പക്ഷെ ഇവക്ക് അറിയില്ല ഞാൻ ആ വോയിസ് കേട്ട കാര്യം. അത് ഞാൻ കേട്ട്. അപ്പൊ അങ്ങനൊന്നല്ല, ഞാൻ പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അന്ന് ഞാൻ ഡെലിവറി കഴിഞ്ഞ് ആ ഒരു ടൈം ഡെലിവറി കഴിഞ്ഞ ടൈം. അപ്പൊ എനിക്ക് യൂട്യൂബ് എന്താന്നൊന്നും അറിയില്ലായിരുന്നു. സത്യം പറയാം, യൂട്യൂബിലെ വീഡിയോസ് ഒന്നും കാണലില്ലായിരുന്നു. പിന്നാണ് ഞാന് യൂട്യൂബ് എന്താന്ന് യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങിയത്. ആണ്. അപ്പൊ തുടങ്ങിയ സമയത്ത് വിചാരിച്ചിരുന്നോ ഇത്രയും കേറി വരും എന്നുള്ള കാര്യം? ഷെഫി പറയൂ നമ്മള് റെഡി ആവുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും മൈനസ് ആയിട്ടുള്ള ഒരു മൈൻഡ് തന്നെ ഉണ്ടായത്. പക്ഷെ ഇനി അങ്ങനെ ആ ഒരു മൈൻഡിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇല്ലേ? നിങ്ങള് എന്താ ബാഡ് കമന്റ് പറയുന്ന കൂടെ നിങ്ങളെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? കുറഞ്ഞ ആൾക്കാരെ ബാഡ് കമന്റ് ഇട്ടുള്ളൂ. ഒരുപാട് ആൾക്കാരും സപ്പോർട്ടായിട്ട്, പിന്നെ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, മുന്നോട്ട് പോകണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സപ്പോർട്ട് അവരോടൊക്കെ ഒരുപാട് നന്ദി.
ഇത്തയുടെ സെക്കൻഡ് മാരേജ് ആന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ സെക്കൻഡ് മാരേജ് ആണല്ലോ, അപ്പോ ഇക്കയുടെ ഫസ്റ്റ് മാരേജ് ആണോ? അപ്പൊ അതുകൊണ്ടുള്ള ഇഷ്യൂസ് ആണല്ലേ ഫാമിലിയിൽ? അത് കമന്റിൽ അതും വരുന്നുണ്ട്. ഞാൻ വേറൊരു ഭർത്താവിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് ഷെഫിന്റെ കൂടെ പോരുന്നതെന്നൊക്കെ. അതൊന്നല്ല, ഞാൻ ഡിവേഴ്സായി 14 വർഷമായി വീട്ടിൽ തന്നെ. ഇതിന് ശേഷമാണ് ഷെഫി കല്യാണം